എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളോടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്. നമ്മളെ സങ്കടപ്പുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞു അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എന്റെ കിച്ചു ഞാനൊരു കാര്യം ചോട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സിലും പറഞ്ഞ് ഉള്ള കമന്റ് വഴിയിലും പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായോ? ഒരർത്ഥം ഇല്ല. എന്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരു അമ്മയെന്നത്. അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല കിച്ചു. അത് ഇന്നു കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത കുറേ ആൾക്കാരുണ്ടോ, കുറേ അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എൻ്റെ 2ാമത്തെ വയസ്സിൽ എൻ്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള അമ്മ സാധനം ഞാൻ കാണിച്ചു തരാത്ത. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്? അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായി? അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പം പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതിയിൽ പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ GS ബ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ വന്ന എന്തിനായിരിക്കും എന്ന് നിങ്ങൾ ഊഹിക്കുന്നത് പോലെ തമ്പനയിൽ കാണുമ്പോൾ തന്നെ രേണുസുതിയെക്കുറിച്ച് പറയാൻ തന്നെയാണ് കേട്ടോ. കിച്ചു അവൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരു കാര്യവും പ്രൂഫില്ലാതെ വന്ന് പറയില്ല. ആദ്യം തന്നെ ഞാൻ അത് പറയുകയാണ്. അപ്പോൾ അത് പോസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് എമർജൻസി ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. ഓക്കെ, പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒറ്റ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അത് ഞാനല്ലേ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ എന്നെക്കുറിച്ച് മാത്രമല്ലേ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുള്ളൂ. എൻ്റെ കുഞ്ഞിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ കുഞ്ഞിനെ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വിളിച്ചോ? ഈ കമൻ്റ് ഇടുന്നവരെയാണ് പറയണേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. രേണുസുതി പബ്ലിക്കിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടില്ല എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യുന്നു. അങ്ങനെ ഒരു പക്ഷം മാത്രം ചേർന്ന് നിൽക്കുന്നില്ല ഞാൻ. തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും മാത്രമല്ലേ ഞാൻ പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നെ വിളിക്കുക. തെറിയാണെങ്കിൽ പോലും അതിനുള്ള റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് തന്നോളാം. പക്ഷേ എൻ്റെ കുഞ്ഞിനെ ആരും വിളിക്കാതിരിക്കുക. എൻ്റെ കയ്യിൽ മെസ്സേജ് ഉണ്ട്, ഞാൻ എടുത്ത് വച്ചിട്ടുണ്ട്. നിങ്ങളിനിപ്പോൾ മുക്കിയാലും ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞിനെ പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ശിക്ഷ എന്തായിരിക്കും എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. കാരണം ഒരു വികലാംഗനായ ഒരു കുട്ടിയെ നിങ്ങൾ പറയേണ്ടത് മാത്രമേ പറയാവൂ, മനസ്സിലായല്ലോ? അതുകൊണ്ട് ഞാൻ അത് കൊണ്ടുപോയി സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ശിക്ഷയെന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാമല്ലോ അല്ലേ? ഞാനത് പറയുന്നില്ല. അപ്പോൾ കുട്ടിയെ പറയുമ്പോൾ അതനുസരിച്ച് പറയുക. എൻ്റെ കുഞ്ഞ് രേണുസുതി ബാറിൽ ചെന്ന് ഡിസ്കോ ഡാൻസ് കളിക്കുന്നത് പോലെ എൻ്റെ കുഞ്ഞ് കളിക്കാൻ പോയിട്ടില്ല, മനസ്സിലായോ?
അപ്പോൾ അവനെ വന്ന് നിങ്ങളുടെ മുന്നിൽ എന്തെങ്കിലും റീൽസ് ആയിട്ട് എന്തെങ്കിലും വീഡിയോസ് ചെയ്യുന്നുണ്ട്, ഷോർട്സ്, പിന്നെ എന്തെങ്കിലും അവൻ്റേതായിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളും ആയിട്ടൊക്കെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അല്ലേ? അല്ലാതെ അവൻ വേറെ എന്തെങ്കിലും ആരെയെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? അവൻ അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല. ആരെക്കുറിച്ചും ഒരു കുറ്റം പറയത്തില്ല കേട്ടോ, ശരിയും പറയത്തില്ല. അവനെ അടിച്ചാൽ പോലും അവൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് അവനാരും പറയാതിരിക്കുക. ഇനി പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾക്ക് പറയാനുള്ള അവകാശം എന്നെ മാത്രമാണ്. അപ്പോൾ എന്നെ മാത്രം പറയുക. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മുടെ കിച്ചു എന്താ പറയണേന്ന് കേൾക്കാം. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണത്, മനസ്സിലായോ? അപ്പോൾ ഞാനിത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പൻ്റെ കൂടെ പഠിക്കുന്നവരാണെങ്കിലും ഇപ്പം മിക്ക പിള്ളേരാണെങ്കിലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞപ്പോൾ അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നുന്നില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു വെച്ചാൽ. അപ്പോൾ അവൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ലേ പ്രൂഫ് ഇല്ലാതെ ഞാനൊന്നും പറയില്ല എന്ന്. കഴിഞ്ഞ ദിവസം അവൻ്റെ അമ്മയെ കാണാൻ പോയിരുന്നല്ലോ അവൻ, അല്ലേ? അതിനെക്കുറിച്ചാണ് അവൻ പറയുന്നത്. അവൻ്റെ ഷോർട്സ് കണ്ടിട്ട് കമൻ്റ് ഇട്ട ആളിനോട് അവന് പറയാനുള്ള കാര്യമാണ് അവൻ പറയുന്നത്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അവൻ പറയുന്ന കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഒരു കൊച്ചു കുഞ്ഞ് ഋതപ്പൻ, അവനൊന്നും അറിയില്ല കേട്ടോ. ഇപ്പോൾ ഋതപ്പൻ്റെ സ്കൂളിൽ പഠിക്കുന്ന പേരൻസിന് കാര്യം അറിയാം. അപ്പോൾ ഋതപ്പനെ ആ കൂട്ടുകെട്ടിൽ നിന്ന് കുറച്ച് ഒതുക്കാൻ നോക്കും. ഞാനായാൽ പോലും അങ്ങനെ ചെയ്യുള്ളൂ. ഇന്ന കുട്ടിയോട് അധികം കൂട്ടുകൂടേണ്ട, അവൻ്റെ അമ്മ അത്ര ശരിയല്ല. അപ്പോൾ അവനെയും ആ ഒരു ഇതിലായിരിക്കും നമ്മൾ കാണാൻ ശ്രമിക്കുക. എല്ലാവരും, ഞാൻ മാത്രമല്ല, നമ്മുടെ ലോകം മൊത്തം ഇത് തന്നെയാണ് അവസ്ഥ. അത് നിങ്ങൾക്ക് തന്നെ അനുഭവമുണ്ട്. ഒരിക്കൽ കിച്ചുവിൻ്റെ സൈഡ് കയറി നിന്ന് സംസാരിക്കും, ഒരിക്കൽ രേണുവിൻ്റെ സൈഡ് കയറി നിന്ന് സംസാരിക്കും. അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെയാണ്. ശരിയെന്ന് പറയുന്നത്, തെറ്റെന്ന് പറയുന്നു. അതിപ്പം നിങ്ങളായാലും ശരിയെന്ന് പറയുന്നു, തെറ്റെന്ന് പറയുന്നു. അത് മനുഷ്യനായതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്, മനസ്സിലായോ? അത് ഞാൻ കുറ്റം എന്നല്ല പറയുന്നത്. മനുഷ്യരായാൽ അങ്ങനെ തന്നെ ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നതാണ്, കിച്ചു പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ കൂടെ എൻ്റെ മോൻ വന്ന് പറയുകയാണ്, അമ്മ ഇങ്ങനെയുള്ള ആ ഒരു വീഡിയോസ് ചെയ്യുമ്പോൾ അമ്മയുടെ ഡ്രസ്സുകളൊക്കെ അമ്മ സൂക്ഷിക്കുക, അമ്മ അങ്ങനെയുള്ള ആ ഡ്രസ്സുകളൊന്നും ഇടരുത്, അല്ലെങ്കിൽ അമ്മ വൃത്തികെട്ട ആ ഒരു ഫേസിൽ ഇരിക്കരുത് എന്ന് പറഞ്ഞാൽ ഞാനത് കേൾക്കാനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം അവന് നാണക്കേടാണ്. അവൻ്റെ കൂട്ടുകാരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നവരാണ്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ പറയണ്ടേ, നിൻ്റെ അമ്മ എന്തേടാ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ലടാ എന്ന് അവന് പറയുമ്പോൾ അവൻ്റെ തൊലിയൊക്കെ വലിഞ്ഞ് ഉരുകിപ്പോവും. അവനത് നാണക്കേടാവും. പിന്നെ അവൻ എന്നെ ഒരുമാതിരിയായിരിക്കും എൻ്റെ കൂടെ സംസാരിക്കാനും എടുക്കാനും അവന് തോന്നുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലേ? പബ്ലിക്കാണ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? രേണു സുജിക്ക് മെസ്സേജ് ഇട്ടതിന് ശേഷം അവള് തിരിച്ചൊരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഒരു റിപ്ലൈ ആണ്. എന്താണെന്നറിയോ? 2.5-3 ലക്ഷം രൂപ എനിക്കിതിൽ നിന്ന് ഒരു വരുമാനമുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നതിൽ എന്താ തെറ്റെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പണം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യുമോ? ഈ ബാഡ് കമൻറ്റ് ഇടുന്നവരോട് ഞാൻ ചോദിക്കുകയാണ്, പണം കിട്ടിയാൽ നിങ്ങളും എന്തും ചെയ്യുമോ? നല്ലവരോടല്ല ചോദിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ മോശം പറഞ്ഞവരോടാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. എൻ്റെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണുക, ഈ ബാഡ് കമൻറ്റ് ഇട്ടവർ. അപ്പോൾ ഈ ചോദ്യം അവൻ്റെയോട് ചോദിച്ച ഉടനെ അവൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു, മനസ്സിലായോ? അതോടെ അവൻ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അവനിട്ട മെസ്സേജ് എന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കണ്ടേ, അല്ലേ? അതിനു മുമ്പ് ഞാൻ അവളുടെ ഒരു പോസ്റ്റ് ഇവിടെ കൊടുക്കാൻ കേട്ടോ. എന്തൊരു വൾഗറായ ആ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് അവൻ അമ്മയ്ക്ക് മെസ്സേജ് ഇട്ടേന്ന് നോക്കണം കേട്ടോ. കണ്ടോ? ഈ ഒരു പോസ്റ്റ് കണ്ടിട്ടാണ് അവൻ അമ്മയ്ക്ക് മെസ്സേജ് ഇട്ടത്. അപ്പോൾ ആ മെസ്സേജ് നമുക്കൊന്ന് വായിച്ചാലോ? എന്തായാലും ഞാനിവിടെ കൊടുക്കാം. ഇംഗ്ലീഷാണ്, ഞാനത് നിങ്ങൾക്ക് വായിക്കാം കേട്ടോ. ചെറുതേ അക്ഷരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനത് വായിക്കാം. മലയാളത്തിലും കൊടുക്കാം കേട്ടോ. ഇംഗ്ലീഷിലാണ്, ഞാൻ മലയാളത്തിലും കൊടുക്കാം. എന്തായാലും നിങ്ങളത് വായിക്കണം, വായിക്കാതിരിക്കരുത്. ഞാനും വായിക്കാം. ഹലോ, ഞാനൊരു കാര്യം പറയാനാണ് മെസ്സേജ് ഇട്ടത്.
ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ബിഗ് ബോസിലെ ഉള്ള ഒരു TV ഷോയിൽ ഇറങ്ങിയ ഒരാൾ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നത്? അത്ര ഷോയിൽ കിട്ടിയിട്ടുണ്ട്. ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിക്കണോ ചോദിച്ചാൽ ശരിയല്ലേ? വേണ്ടേ? ഇങ്ങനെയൊക്കെ കാണിക്കണോ? ഋതപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്തൂ. അല്ലൊക്കെ കാണിക്കാതെ ഇരിക്കാൻ അത്രയും വിഷമം വന്നിട്ടാണ്, കാണിക്കാതിരിക്കാനാണ് അവൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ കാണിക്കാതിരിക്കുക അത്രയ്ക്ക് വിഷമം വന്നിട്ടാണ് അവൻ ഈ ഒരു മെസ്സേജ് ഇടുന്നതെന്ന് പറഞ്ഞിട്ട് പ്ലീസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഋതപ്പനെ എങ്കിലും ഓർത്തിട്ട് ഇതൊന്നും ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സൊക്കെ എന്ത് വിചാരിക്കും എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അവൻ പറഞ്ഞ കാര്യം എന്തായാലും ശരി തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെ തോന്നണമെന്ന് അറിയില്ല. ഈ ഒരു മെസ്സേജ് അവൻ്റെ അമ്മയ്ക്ക് ഇട്ടിട്ട് അവൻ്റെ അമ്മ കൊടുത്ത ശേഷം മാത്രമാണ് അവൻ അവൻ്റെ അമ്മയോടുള്ള സംസാരം നിർത്തിയത്. റിപ്ലൈ എന്താണെന്ന് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. 2.5-3 ലക്ഷം രൂപ എനിക്ക് ഇതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തത്തില്ല. ഞാൻ ചോദിക്കട്ടെ രേണുസുതി, നിന്റെ മോൻ പറഞ്ഞപ്പോൾ നിനക്കത് തെറ്റായിട്ട് തോന്നി, മോൻ വലിയ കുറ്റക്കാരനായി, ഓക്കെ, സമ്മതിച്ചു. ഇതേ സമയത്ത് സുധി ജീവനോടെ ഇരുന്നിരുന്നുവെങ്കിൽ നീ ഇതേപോലെ നാക്കിട്ട് കളിക്കുന്ന വീഡിയോസ് പുറത്ത് വന്നാൽ ആ ഭർത്താവ് ഇത് എങ്ങനെ ഉൾക്കൊള്ളും? പിന്നെ നീ ആ വീടിന് പുറത്താണോ അകത്താണോ? എനിക്കറിയില്ല. രേണുസുധിയുടെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്നൊന്നും എനിക്കറിയില്ല. സോറി, ക്ഷമിക്കുക. മരിച്ചുപോയ ഒരാളാണ്, അതുകൊണ്ട് ഞാൻ അയാളെ ഒരു രീതിയിൽ മോശമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആര് എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ ഇന്നും രേണുസുധിയുടെ ഹസ്ബൻഡിനെ, കൊല്ലം സുധിയെ ബഹുമാനിക്കുന്ന ഒരാളാണ്, മനസ്സിലായോ? അതുകൊണ്ട് ഞാൻ ആ ഒരു സ്വഭാവം സർട്ടിഫിക്കറ്റൊന്നും എനിക്കറിയില്ല. ആ ഒരു മനുഷ്യൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റൊന്നും എനിക്കറിയില്ല. രേണുസുധിക്ക് അറിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഹസ്ബൻഡ് പറയാണ്, അയ്യോ നല്ല സൂപ്പറായിട്ടുണ്ട്, ഇതുപോലെ ഇനിയും കാണിക്കണേ, പണത്തിന് വേണ്ടി കാണിക്കണേ എന്ന് പറയുമോ, അതോ ഇതോടെ നിർത്തിക്കൊള്ളണം, ഇനി ഈ ഒരു തോന്നിയാസം കാണിക്കല്ലേ എന്ന് പറയുമോ, അതോ ഇത് എന്തായാലും ഒരു വാണിംഗ് ഉണ്ടാവും. വാണിങ്ങിന് ശേഷമാണല്ലോ ബാക്കിയുള്ള കാര്യം. എന്തായിരിക്കും രേണുസുധി പ്രതികരണം? ഭർത്താവിനെ അടിച്ച് പുറത്താക്കുമായിരുന്നല്ലേ? ഉറപ്പാണ്. ഇതല്ലേ രേണുസുധി? ഹസ്ബൻഡ് ആയാലും മകനായാലും തെറ്റ് കണ്ടാ പറയുന്നു. രേണുസുധിയുടെ അച്ഛനും അമ്മയ്ക്ക് എന്താ ഈ തെറ്റ് ചൂണ്ടിക്കാണിച്ച് തരണമെന്ന് തോന്നാത്തത്? ചേച്ചിക്കും ഭർത്താവിനും അവർക്കെല്ലാം പണം മതിയല്ലേ? രേണുസുധിയെ പോലെ തന്നെ ആയിരിക്കും, പണം മാത്രം മതി. ഇപ്പം ഈ ഒരു അസുഖം കൊണ്ടും പണം മാത്രമാണ് നിങ്ങളുടെ വിഷയം. പണം മാത്രം മതിയല്ലേ? ഈ ഒരു രോഗം കൊണ്ടും നിങ്ങൾ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് നേരത്തെ തന്നെ മനസ്സിലായി. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RCCക്കകത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന എനിക്കറിയാം പണത്തിൻ്റെ ചിലവെന്തെന്ന്. ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ ചെയ്യുന്ന രേണുസുധിക്കും പൈസയ്ക്ക് ആവശ്യമുണ്ട്. ഒരുപാട് രൂപകൾ ചിലവുന്നു. മഞ്ഞ കാർഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ വേണമെങ്കിൽ ഞാൻ എടുത്ത് ഇവിടെ ഇടാം കേട്ടോ. എനിക്കിന്നും ഓർമ്മയുണ്ട് രേണുസുധിയുടെ മഞ്ഞ കാർഡിൻ്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടോ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞതിൻ്റെ അന്ന് നമ്മുടെ പഞ്ചസാര നിർത്തി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. എന്തായാലും ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ഇഷ്ടപ്പെട്ടു കേട്ടോ കിച്ചു, നീ കൊപ്പെട്ടു കിച്ചു. ഇപ്പോൾ അല്ല നീ ഇത് കൊടുക്കാനുള്ളത്. ഈ ഒരു പ്രൂഫുകളൊക്കെ കുറച്ചുകൂടെ നേരത്തെ ഇറക്കി വിടാനുള്ളതായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിന്നെ വിമർശിച്ചപ്പോൾ നിനക്ക് അത് പറയണമെന്ന് തോന്നി. ഇപ്പോഴെങ്കിലും അത് നീ പുറത്ത് കൊണ്ടുവന്നല്ലോ, അതെന്തായാലും നല്ല കാര്യമായിരുന്നു. എനിക്കിത് നേരത്തെ അറിയായിരുന്നു, പക്ഷേ ഈ ഒരു മെസ്സേജിൻ്റെ കാര്യമൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു വീഡിയോയെ സംബന്ധിച്ച് തന്നെ എനിക്ക് ഉള്ള കാര്യം മനസ്സിലായി. കിച്ചുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മയൊക്കെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ആ ഒരു കാര്യം പറഞ്ഞ അപ്പോൾ ആ സെക്കൻഡിൽ എനിക്ക് കാര്യം പിടികിട്ടി. എന്തായാലും കിച്ചു സൂപ്പറായിട്ടാണ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്തെങ്കിലും പറയണം, ഇനിയെങ്കിലും. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ മതി കേട്ടോ, കമൻറ്റ് ഇട്ടാൽ മതി. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.